സോ ഹേ ഗൈസ്, അനഗെയിൻ നമ്മൾ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ അടുത്തിട്ട് നിൽക്കുകയാണ്. ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ സീസൺ വന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ CS റാങ്കിൻ്റെ സീസൺ വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ റാങ്ക് ഇറങ്ങി പ്ലാറ്റിനത്തിൽ വന്ന് കിടക്കണം ഗൈസ്. നമുക്കിനി അത് കളിച്ച് ഒന്നുകൂടെ ഹീറോയ്ക്കിൽ എത്തിക്കണം. അതിൻ്റെ ഇടയിൽ BR കളിക്കുന്ന കാര്യമാണ് ഗൈസ്, കഷ്ടപ്പാട് മൊത്തം. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ പിന്നെ ഒരു ഗിൽഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ഗിൽഡാണ്. ഞങ്ങൾ യൂട്യൂബിൽ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും തുടങ്ങിയൊരു ഗിൽഡാണ് ഗൈസ്. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക ഗൈസ്. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഗിൽഡിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ നിങ്ങളുടെ ID കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇൻവിറ്റേഷൻ ഇട്ടോളാം. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാനുള്ളവർക്ക് ID കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാൻ ആൻഡ്രിയാസ് ഗെയിമിൻ്റെ കാര്യമാണ്. അത് ഡൗൺലോഡ് ചെയ്യണ വീഡിയോ ഇടാനായിട്ടൊരു ബ്രോ പറഞ്ഞിട്ടുണ്ടായി. ഞാനത് ഡൗൺലോഡ് ചെയ്യണ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഞാൻ കളിച്ച ആ ഒരു വേർഷൻ്റെ ലിങ്ക് അത് ഗൂഗിളിൽ ഇപ്പോൾ സപ്പോർട്ടല്ല ഗൈസ്. അതിൽ കയറി കഴിഞ്ഞാൽ സൈറ്റ് റീച്ച് ആവത്തില്ല. സൈറ്റ് കാണിക്കത്തുള്ളൂ, ക്യാൻ ബി റീച്ച് ആണെന്ന് കാണിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു സൈറ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് സാൻ ആൻഡ്രിയാസ് എൻ്റെ കളിക്കുന്ന ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല. വേറെ മീഡിയ ഫയർ എന്ന് പറയുന്ന ഒരു ലിങ്കിൽ നിന്നാണ് ഞാനിത് ഡൗൺലോഡ് ചെയ്തത്. അവിടെ ആ ഒരു ലിങ്ക് ഇപ്പോൾ എന്തോ ഗൂഗിളിൽ വർക്ക് ആവണില്ല. അപ്പോൾ നിങ്ങൾ വേറൊരു യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, ഒത്തിരി വീഡിയോസ് കിട്ടും. ഞാൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനൊരു ഇത് ചെയ്യാം, ഒരു മോഡൽ പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വേറെ വല്ല ലിങ്കിൽ നിന്ന് കയറിയാൽ മതി. യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് ഉണ്ട് അതിൻ്റെ. അപ്പം മലയാളത്തിൽ തന്നെ ഉണ്ട് കേസ്. ഞാനൊരു വേറെ ഏതോ ഒരു ഭാഷയിലൊരു യൂട്യൂബറിൻ്റെ കയറ്റിയത്. അന്ന് കയറ്റിയ സമയത്ത് ഇതിന് ഗൂഗിളിൽ സപ്പോർട്ട് ആകുമായിരുന്നു. ഇപ്പം അത് സപ്പോർട്ട് ആവണില്ല. അപ്പോൾ സാൻ ആൻഡ്രിയാസ് ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ഇടണോ, അതെനിക്ക് സൈറ്റ് കിട്ടിയില്ല. പിന്നെ ഞാൻ ആ വീഡിയോ ഇട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ ആ ബ്രോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനീ പറയണത്. പിന്നെ അതറിയാനുള്ളവരൊക്കെ വേണ്ടിയാണ് പറയണത്. ഓക്കെ. വേറൊരു കാര്യമുണ്ട് ഗൈസ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അവൻ്റെ ചാനലൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളെപ്പോലുള്ളവരാണ് ഞങ്ങളെപ്പോലുള്ള പുതിയ യൂട്യൂബേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഗൈസ്. അപ്പോൾ ആളുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നില്ല അവൻ. ഓക്കെ, ഇതാണ് അവൻ്റെ പ്രൊഫൈല്. ഓക്കെ. ഇവനെ ഡൗൺലോഡ് ചെയ്യേണ്ട കുറച്ച് പ്രശ്നങ്ങളുള്ള കാരണമാണ് ഫുൾ അവൻ്റെ തലയും കാര്യങ്ങളൊന്നും കിട്ടാതെ. അപ്പം അതൊക്കെ നോക്കാം. ഓക്കെ, ഇതാണ് ആളുടെ ശരിക്കുള്ള മൊത്തത്തിലുള്ള കോസ്റ്റ്യൂംസ്. ഓക്കെ, അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്. കയറി സപ്പോർട്ട് ചെയ്യുക അവനെ. പിന്നെ ഞങ്ങൾ 2-3 പേരും കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്നല്ല, ഒരു ടീമായിട്ട് കളിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇതിലൂടെ സോളോ ആയിട്ട് കളിക്കുന്നതെന്നല്ലേ ടീമായിട്ട് കളിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് ഇതിലൂടെ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അവരും ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിനെ എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കാനുള്ള കളിക്കാം ഗൈസ്. നമുക്ക് ഇന്ന് CS തന്നെ കളിക്കാം. കളി തോറ്റാലും ഇല്ലെങ്കിലും ഞാൻ ഈ റെക്കോർഡിങ് നിർത്തിയില്ല ഗൈസ്. കാരണം നമുക്ക് റാങ്ക്ഡ് ആണ്. അപ്പോൾ ഹീറോയ്ക്ക് വരെ എത്തണം. വീഡിയോ കാണുന്ന മച്ചാന്മാരെല്ലാം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചേക്ക് ഗൈസ്. അതൊക്കെ സെറ്റാക്കി വെക്ക്. അപ്പോൾ ഡെയിലി ഫ്രീ ഫയറിൻ്റെ മാത്രമല്ല അതുപോലുള്ള കുറേ ഗെയിംസിൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് ഇത് വഴിയോ? എല്ലാവരും ഇത് വഴിയാണ്. അതുകൊള്ളല്ലേ പറഞ്ഞല്ലോ. ഉടുപ്പൊന്നും മാറ്റാമായിരുന്നല്ലേ. 2-3 ദിവസം എഴുതി തന്നെ ഇട്ട് കളിക്കും. റാങ്ക്ഡാണ്, തോന്നിയ പോലെ കണക്കുമാണ് ഞാൻ. എടാ അവൻ അടി മേടിക്കാൻ കയറി പോവാടാ. ഓക്കെ എനിമീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കളിക്കാം. ഫസ്റ്റ് കളിയാണ്ട് കളി ജയിച്ചാലും തോറ്റാലും നമുക്ക് ആര് ബൂയ അടിക്കുമെന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, അവിടെ എനിമീസ് ഉണ്ട്. ഇവരുടെ കൊള്ളാണല്ലേ. ആളെ നമുക്ക് വിട്ടേക്കാം. നമുക്ക് നേരെ താഴെയല്ല ഗൈസ്. ഇവിടെ കുറേ എണ്ണം ഉണ്ട്. USP ആയതുകൊണ്ട് അയ്യോ നമുക്കിട്ട് ശരി കളി കിട്ടി ഗൈസ്. ഏതവനാണ് അത്? A few moments later. വെട്ടിക്കൊന്നടാ. എടാ വാടാ, നീയൊക്കെ എവിടെയാടാ? എല്ലാണ്ടും അങ്ങ് എങ്ങാണ്ടും പോയി കിടക്കുക. ഓക്കെ,
ആ കളി മൂഞ്ചിട്ടുണ്ട്. ഇനി നമ്മൾ MP5 കാര്യങ്ങളൊക്കെ എടുത്തേക്കണം. ഈ കളി ജയിക്കണം, കാരണം നമ്മൾ റാങ്ക്ഡ് ആണ്, സാധാരണ കുട്ടിക്കളിയല്ല. എങ്ങനെയെങ്കിലും ഹീറോയ്ക്ക് അടിക്കണം കേസ്. കൊതു മലരി ഫ്രീ ഫയർ കളിക്കുമ്പോൾ കൊതുക് കടിക്കുന്നത് എന്തൊരു കഷ്ടമാണ്. ഇതെന്നാണ് എബിലിറ്റി. ഞാൻ ഈ എബിലിറ്റി ഇവിടുന്ന് എടുത്ത് മാറ്റാൻ മറന്നു പോകും. ഇനി അത് കറങ്ങി വന്ന വല്ല അടിയും കിട്ടിയാൽ തീർന്നു. സ്പീക്കറൊക്കെ ഓഫ് ചെയ്തേക്കാം, ഈ ബംഗാളികളുടെ വർത്താനങ്ങളൊക്കെ എനിക്ക് കഴിയും. എടാ എൻ്റെ കയ്യിൽ MP5 വേടാ, ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ? അവന്മാര് മറ്റേ കപ്പൽ കയറി വന്ന പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ അടിപൊളിയൊരു അടി കിട്ടിയിട്ടുണ്ട്. ഞാനവനെ അടിക്കാൻ എടാ അവരിട്ടാടാ കൊണ്ടത്, ഞാൻ ഇവരിട്ടാടാ ഉദ്ദേശിച്ചത്. എന്തൊരു കഷ്ടമാണിത്. കളിയിൽ MVP ആരാ? ഞാൻ സെക്കൻഡ് ഉണ്ടോ? അത് കുഴപ്പമില്ല. സാധാരണ ഞാൻ അത്യാവശ്യം നല്ല കളികളൊക്കെയാണ് എടുത്ത് വീഡിയോ ഇടുന്നത്. ഇത് മൂഞ്ചിയ കളിയായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. റാങ്ക്ഡ് അല്ലേ? എനിക്ക് ഹിന്ദി അറിയാൻ പറ്റാത്തോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ എത്ര കളി ജയിച്ചു പോയെന്നറിയാവാ. പറഞ്ഞു ജയിപ്പിക്കായിരുന്നു. ഇവിടെ നല്ല ഡാമേജ് ഉണ്ടോ കേട്ടോ? അത് മറ്റേ എബിലിറ്റി ഇട്ടാണ് അവൻ 2 മിനിറ്റ് പിടിച്ചത്. ഈ കളി നമുക്ക് ലൈക്കൊക്കെ കൊടുത്തുവിടാം ഗൈസ്. നമ്മൾ ദാനശീലനാണ്. നമ്മൾ ഇവർക്ക് ലൈക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക ഗൈസ്. നമ്മളെപ്പോഴും ദാനശീലരായിരിക്കണം, മനസ്സിലായില്ലേ? UMP എടുക്കാം. ഹെൽമെറ്റ് മേടിക്കണമെങ്കിൽ വെസ്റ്റ് ഒന്നും മേടിക്കണം, ഇല്ലെങ്കിൽ സുഖം കിട്ടിയല്ല. സാമാര് കേറി വരുന്നുണ്ട്. നമുക്ക് പിന്നെ റിവൈവ് ചെയ്തിട്ട് നേരെ താതാടി അടിക്കും. ബുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ നിന്നലൊക്കെ മുമ്പിലാടാ. നീയൊക്കെ ചിലപ്പോൾ വെടിവെച്ച് തന്നെ കൊല്ലുമായിരിക്കും. എടാ എൻ്റെ സ്ക്രീൻ തിരിയാത്തന്നെ. ആരാണ്ടൊക്കെ നമ്മുടെ അടുത്തുണ്ട് കേട്ടാ. ഇതെന്നെ ഓക്കെ, അതിനെ നോക്കി. അയ്യോ എൻ്റെ കില്ലെടുത്തിട്ട് നിന്നെ കില്ലെടുക്കാണ്ട് നീ എന്നെ കൊല്ലിയണ്ട. എടാ അവൻ പെട്ടെന്ന് കയറി വന്നോണ്ട് ഇല്ല, അവനെ ഉറക്കിയനെ. ഇവനെ നമ്മൾ ആദ്യത്തെ കളി മറ്റേ ഹെഡ് കൊടുത്ത് കൊന്നു കളഞ്ഞ. പക്ഷെ അത് ഹെഡ്ഷോട്ട് കില്ലല്ലായിരുന്നു, ഹെഡ് കൊണ്ടെന്നേ ഉള്ളു. എന്തായാലും വെസ്റ്റ് ഹെൽമെറ്റ് എടുത്തേക്ക്, ഇല്ലേ പണി കിട്ടും. ഒരുപാട് മേടിക്കാം. അപ്പം ഹെൽമെറ്റ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പൈസ ഉണ്ട്. ബാക്കി പൈസ തന്നു കേട്ടാ കില്ലെടുത്ത്. കാരണം സാധാരണ പൈസ ഇല്ലാണ്ട് ഞാൻ എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ഈ കളിയുടെ ഇടയിൽ ഞാനത് ശ്രദ്ധിച്ച്. എടാ അവൻ കറങ്ങി എന്നോട് കേട്ടോ. നമുക്കപ്പം ഇതിലെ കൂടെ ചാടി ഇവിടെ നിൽക്കാം. അയ്യോ 2 പേര് കേസ്, 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിപരമായി കളിക്കണം. ഓടാ അവനെ നോക്കി ഞാൻ ഇരുത്ത്. എടാ ഇവള് റിവൈവ് ചെയ്യടാ. എന്താ അവസ്ഥയാണിത്? ഒരാള് വാടാ, ഒരാള് വാ, അല്ലെങ്കിൽ 2 പേരാണെങ്കിലും കുഴപ്പമില്ല. ഇത് 3-4 പേര് എല്ലാവരും എൻ്റെ അടുക്കാൻ. ഇവന്മാരാണെങ്കിൽ വേറെ വല്ല എടുത്ത് നോക്കിയ. എടാ ഈ രോഹിത് ഓടി നടക്കണം, അല്ലാണ്ട് നമുക്ക് വെടിവെക്കണവരുടെ കളി കണ്ടാൽ മതി. അവനിപ്പോൾ അലക്കുവനാ. നമ്മൾ 2 കളി ജയിച്ചിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഈ കളി നമ്മൾ ജയിക്കും. ഞാനവിടുത്തെ അവന്മാരാണ് മുന്നിൽ. എടാ ഞാൻ നോക്കിട്ടാണല്ലേ ഇത്. അടുത്ത കളി തൊട്ട് നമുക്ക് മറ കൂട്ടത്തിൽ നിന്ന് കളിക്കാം, ഇല്ലേ പണി കിട്ടും. എടാ ഇവൻ്റെ നെറ്റ് പോയ. എടാ ഇങ്ങനെ നിൽക്കല്ലേടാ, MP5 പിടിച്ചോണ്ടോ നിൽക്കണുണ്ടോ? അവന്മാര് തീരും കേസ്. ഇവന്മാരെ കൂടെ അലക്കല്ലേ ഓടോ. എടാ ഈ കളി ചിലപ്പോൾ പണി കിട്ടും കേട്ടാ. ഇല്ലില്ല. തോറ്റാ. നേരത്തെ നമ്മളെ ടീമിനെ എടുത്തായിരിക്കും.
എന്ത് കഷ്ടമാണ്. അടുത്ത കളി തൊട്ട് നമ്മൾ ചാവാൻ പാടില്ല. ഞാനിട്ട് താഴ്ത്തു വന്നിട്ടുണ്ട്. അടിക്കാനായിട്ട് ഗ്രോസ് എടുക്കാം അല്ലേ. നമ്മള് സാധാരണ കളി പോലെ തോന്നിയ പോലെ കളിച്ചിട്ട് കാര്യമില്ല. അടിപൊളിയായിട്ട് കളിച്ചില്ലെങ്കിൽ അവന്മാരെ അടിച്ചുണ്ടാക്കി കയറ്റി കളയും. പിന്നെ വേറൊരു കാര്യം മറക്കല്, ഞാൻ അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യുക അവനെ. അത് മറ്റേ സാധനമാണ് മനുഷ്യനെ പറ്റിക്കാനായിട്ട്. അവനിപ്പം പറന്നവിടെ ചെല്ലും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഇവിടെ എന്തുവാടാ ഈ ഒരു എബിലിറ്റി ഭയങ്കര കഷ്ടമാണ്. അവൻ എങ്ങോട്ടോ പോയി കേട്ടാ. അവിടെ ഞാൻ കളിയിൽ കില്ലൊന്നും എടുക്കണില്ല. അവനെ കൊല്ലായിരുന്നു എനിക്ക്. നമ്മുടെ അടുത്ത് തന്നെ അലക്കിയിട്ടുണ്ട് അവൻ. അവനെ ഞാൻ തീർക്കും. എവിടുന്നാടാ ഇവനെങ്ങനെയാണ് എന്നെ അടിക്കണേ? ഞാൻ ഗ്ലൂ വാളിന്റെ സൈഡിലല്ലേ നിൽക്കണ. ശോകം പിടിച്ച കളിയാ. വീഡിയോ ഇടാൻ ഒട്ടും കൊള്ളിയില്ലാത്ത കളിയാ. പക്ഷേ റാങ്കഡ് ആയതുകൊണ്ടേ ഞാൻ കളിച്ചില്ല നിങ്ങൾ പറയും. വേറെ വല്ലവനും കളിച്ച് റാങ്ക് കൂട്ടിയാൽ നിങ്ങൾ പറയും. നിങ്ങളല്ല ഗൈസ്, വേറെ ചിലവന്മാരുണ്ട് അവന്മാർ പറയും. നിങ്ങളാരും പറയല്ല, നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും മാന്യന്മാരാ. എടാ ഇവിടെ എങ്ങും ആരും ഇല്ല കേട്ടോ. എല്ലാം ആണോ എങ്ങാണ്ടൊക്കെ. എടാ അവന്മാർ കറങ്ങി വരും മിക്കവാറും. പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവിടുത്തെ അവളെ അലക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അവന് മറ്റേ ലെവൽ 2 വെസ്റ്റ് എങ്ങാണ്ട് വരുന്നത്, അതുകൊണ്ടാ പാവപ്പെട്ട് വരും. ഓക്കെ, ഇല്ല ഒരുത്തൻ മറ്റേ ഇതിട്ടുണ്ട് പോകണോണ്ടാ. അവൻ ഇങ്ങോട്ട് ചാടിയ കെട്ടക്ക് നീ അവിടെ. കെട്ടക്ക് നീ. നിന്നെ ഉറക്കുമെന്ന് ഞാൻ ഒന്ന് പറഞ്ഞതാ. നിന്നെ ഉറക്കും ഞാൻ. ഇങ്ങനെയൊക്കെ നമുക്ക് എനിമീനെ കിട്ടി അവളെ കൊല്ലും. പക്ഷെ കഴിഞ്ഞ തവണ ചത്തത് ഇത്തിരി മോശമായിപ്പോയി കേട്ടാ. ചത്തത് ഭയങ്കര ശോകമായിപ്പോയി. അവനെ കൊന്ന. ഞാൻ അവനെ എവിടെ നോക്കുക. ഞാൻ 3-3 കളി നിൽക്കുകയാണ്. അടുത്ത കളി എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മുടെ ജയം. MP5 മാറ്റാം ഗൈസ്. MP5 കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഒരുത്താൻ വന്ന് കമൻറ്റ് ഇട്ടായിരുന്നു കേട്ടോ, നമ്മുടെ വെസ്റ്റ് ഇടയ്ക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ കാര്യമാണ്, ഞാൻ വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. അത് ആള് പറഞ്ഞ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോവാ കാര്യം. ഈ കളിയുടെ ഞാൻ വെസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ മറന്നു പോകും. ചുമ്മാ എടുത്ത് പൈസ കളയാനൊന്നുമില്ല, വേറെ ഗുണമൊന്നുമില്ല. ഇനി തൊട്ടത് ശ്രദ്ധിക്കണം, ഇല്ലേ പണിയാണ്. അവിടെ ഈ നായിയൊക്കെ ഇത് എവിടെ നിന്നാണ് അടിക്കുന്നത് ഇവരൊക്കെ? നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ ഇതൊക്കെ എന്താ അവിടെ? ഞാൻ ഏറ്റവും കൂടുതൽ ഡാമേജ് കൊടുക്കുന്നത് അസിസ്റ്റാണ് പോയി. അങ്ങനെയാണെങ്കിൽ ഞാനും കൊല്ലും. എന്നെ കൊന്നാൽ ഞാനും കൊല്ലും. ഞാൻ കൊല്ലും. വാടാ നീക്കാ. നിനക്കൊന്നും എൻ്റെ മുമ്പ് അർഹതയില്ലട നിൽക്കാൻ. തോറ്റെന്ന് വിചാരിച്ചാൽ അറിയാട്ടാ. ജയിച്ചി കാര്യം 2 ആയിരുന്നു, നേരത്തെ 3 ആയിരിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ 1 സ്റ്റാർ അടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒത്തിരി സ്റ്റാറുകൾ അടിക്കാൻ കിടക്കുന്നു. പിന്നെ ഞാൻ ഹീറോ ഒക്കെ അടിച്ചാൽ പിന്നെ റാങ്ക്ഡ് CS റാങ്ക്ഡ് കളിക്കില്ല. മനസ്സിലായില്ലേ? സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ മറ്റേ എന്താ ഞാൻ പറയാൻ വന്ന മറന്നു പോയില്ല. അവൻ്റെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അവൻ്റെ ചാനലിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഗൈസ്. നമ്മളൊക്കെ പുതിയ യൂട്യൂബേഴ്സാണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് ഗൈസ്. അപ്പം എല്ലാവരും ലൈക്ക് ബട്ടൺ അടിച്ചു പൊട്ടി ഗൈസ്. പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ സാൻ ആൻഡ്രിയാസ് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. ആ വീഡിയോസ് എല്ലാവരും കാണാം. അല്ലെങ്കിൽ വേറെ വല്ല ഗെയിംസ് ആയിരിക്കും ഗൈസ്. ഞാൻ പുതിയൊരു ഗെയിം കണ്ടിട്ടുണ്ട്, ഡാർക്ക് ഡേയ്സ് എന്നാണ് ഗെയിമിൻ്റെ പേര്. ഗെയിം തുടക്കം തൊട്ടിന് കളിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ ഒരു ആവേശത്തിനിരുന്ന് കുറച്ച് കളിച്ചു പോയി. പിന്നെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് കയറ്റാൻ നോക്കിയിട്ട് അവിടെ തൊട്ടേ തുടങ്ങുള്ളൂ. അപ്പോൾ ആ ഗെയിമിൻ്റെ വീഡിയോ വരും. സോംബി ഗെയിമാണ്, മിക്കവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ സോംബി ഗെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ ഗെയിമിൻ്റെ വീഡിയോസും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിരുന്ന് കാണുക. വേറെ ഒത്തിരി ഗെയിംസ് നമ്മൾ കളിക്കും, അത് മാത്രമല്ല
ഫ്രീ ഫയർ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിടാണ്ട് പിടിച്ച് വെക്കും ഗൈസ്. അപ്പോൾ അതാണ് പറഞ്ഞത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ ഗൈസ്.